ഏതാണ്ട് 35ഓളം വ്യക്തികൾ ഇ ഡിയുടെ കേസിൽ പ്രതിയാകും. 8 സ്ഥാപനങ്ങളും അന്വേഷണ പരിധിയിലേക്ക് പെടും. അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡുമായി ചേർന്ന് നിന്ന് കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകളും അവരുടെ ബന്ധുക്കളും അവർ നടത്തുന്ന സ്ഥാപനങ്ങളുമൊക്കെയാണ് അന്വേഷണ പരിധിയിൽപ്പെടുന്നത്. ഇതിൽ സർക്കാരിനെ ഞെട്ടിച്ചതും ഭയപ്പെടുത്തിയതും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിയതും പരിശോധിച്ചതുമാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനം വളരെ ദുരൂഹമായ പല ഇടപാടുകളുടെയും കലവറയാണ്. രാവിലെ 7:20 യന്ത്രത്തോക്കേന്തിയ കേന്ദ്രസേനാംഗങ്ങളുടെ സഹായത്തോടെ വലിയൊരു സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് തൊട്ടടുത്തുള്ള നന്തങ്കോട് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് എത്തുകയാണ്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവരെ വിളിച്ചു വരുത്തി. പക്ഷേ ഏതാണ്ട് 9:30 മണി വരെ ഉദ്യോഗസ്ഥന്മാർക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. അവർ ബോധപൂർവം ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ വരാതിരിക്കാൻ കഴിഞ്ഞില്ല. വന്നു. നിർണായകമായ പല രേഖകളും പിടിച്ചെടുത്തു. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. കേവലം ശബരിമലയിലെ സ്വർണ്ണമോഷണമല്ല, അതിനപ്പുറത്തേക്ക് വലിയ കൊള്ള ശബരിമലയിൽ നടക്കുന്നു. ഈ കൊള്ളയെല്ലാം കള്ളപ്പണ ഇടപാടുകളിലൂടെയാണ് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നതും സംശയിക്കുന്നതും പരിശോധിക്കുന്നതും. ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തർ കൂട്ടത്തോടുകൂടി സന്നിധാനത്തേക്ക് എത്താറുണ്ട്. അവർക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ, അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അയ്യപ്പ ഭഗവാന്റെ കൃപ കൊണ്ടാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ അവർ വിലപിടിപ്പേറിയ സ്വർണവും വജ്രവും ആഭരണങ്ങളുമൊക്കെ ഭണ്ഡാരത്തിലേക്ക് ഇടാറുണ്ട്. ഈ ആഭരണങ്ങളൊക്കെ പേരിന് മാത്രം ചിലതൊക്കെ കുറിച്ചു വെച്ചിട്ട് ബാക്കിയൊക്കെ സംഘടിതമായി അടിച്ചു മാറ്റുന്നു. ഇതൊന്നും ദേവസ്വം ബോർഡിന്റെ അസറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഇ ഡിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയ തോതിൽ സംഭാവന കൊടുത്ത, ആഭരണങ്ങൾ കൊടുത്ത ആളുകളെ കണ്ടെത്തി അവരുടെ സത്യവാങ്മൂലം എടുത്ത് അതെവിടെ എന്ന് അന്വേഷിക്കുന്നതായിരിക്കും ഇ ഡിയുടെ അന്വേഷണത്തിലെ നിർണായകമായ ഒരു രീതി. ഇത് വല്ലാത്ത കുഴപ്പമുണ്ടാക്കും. കാരണം ഞാൻ കൊടുത്തു എന്ന് പറയുന്ന സാധനം, അതിന് തെളിവുകൾ, വാങ്ങിയത്, കൊണ്ടുപോയത്, ഇട്ടതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതവിടെ ഇല്ലെങ്കിൽ അത് മോഷണമായി മാറി. ഇത്തരത്തിൽ വലിയ തോതിലേക്ക് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്.